ആകപ്പാടെ ഒരു ബ്ലോക്കിലാണ് ഞാനിപ്പോൾ കിടക്കുന്നത്. എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം വരുന്നതെന്ന് വെച്ചാൽ വർഷത്തിൽ ഒരിക്കലാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെവൻലി ഹാൻഡ് മെയ്ഡ് ബൈ ലീനു. സത്യം പറഞ്ഞാൽ ഈ ചാനൽ ഞാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ലാത്ത രീതിയിലാണ് ഞാൻ തുടങ്ങിയത്. മീൻസ് എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെ ആ ഒരു സമയത്തെങ്ങാണ്ടാണ് എല്ലാവരും ഇങ്ങനെ ചാനൽ തുടങ്ങുന്നു പറഞ്ഞപ്പം ഞാൻ തുടങ്ങിയത്. അന്ന് പക്ഷേ അന്നാണെങ്കിൽ ഇപ്പോഴാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ ഈ 21K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കങ്ങനെ മന്ത്ലി അങ്ങനെ ഇൻകം ഒന്നും അങ്ങനെ കിട്ടുന്നൊന്നുമില്ല കേട്ടോ. മീൻസ് യൂട്യൂബിൽ നിന്നാണെങ്കിലും എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം വരുന്നതെന്ന് വെച്ചാൽ വർഷത്തിൽ ഒരിക്കലാണ്. അപ്പം പിന്നെ അതിൻ്റെ യൂട്യൂബിൽ നിന്ന് എല്ലാം ഇൻകം ഉണ്ടാക്കാനായിട്ട് പറ്റും. അത് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ അങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എനിക്കാണെങ്കിൽ അതും ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഇവിടെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ കംപ്ലീറ്റ്ലി അതിൻ്റെ എല്ലാം ഇത് ക്ലോസ്ഡ് ആണ് ഇവിടെ. മീൻസ് അതിൻ്റെ ഒന്നും ഇതില്ല, എന്താ പറയുക, ഡെലിവറി സർവീസ് ഇവിടെ ഇല്ല. ആകപ്പാടെ ഒരു ബ്ലോക്കിലാണ് ഞാനിപ്പോൾ കിടക്കുന്നത്. എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ കിടക്കുന്നത്. ഇതിൽ നിന്നൊക്കെ ഈ ബ്ലോക്കിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കയറി പോകണമെന്നൊക്കെ എനിക്കുണ്ട്. പക്ഷേ അത് കയറി പോകുമായിരിക്കും, പോകണമല്ലോ, എന്തെങ്കിലുമൊക്കെ പോകുമല്ലോ ആ ബ്ലോക്കിൽ നിന്ന്. എപ്പോഴും അങ്ങനെ തന്നെ കിടക്കണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പം വേറെ ക്രിസ്മസിൻ്റെ വ്ളോഗൊന്നും ഞാനങ്ങനെ എടുത്തില്ലായിരുന്നു പ്രത്യേകിച്ച്. ശരിക്കും പറഞ്ഞാൽ എന്താ ഇടണ്ടേന്നുള്ളത് എനിക്കറിയത്തില്ല, അതാണ്. എനിക്കെന്ന് വെച്ചാൽ മറ്റിപ്പോൾ നമ്മൾ വേറെ വ്ളോഗേഴ്സിനൊക്കെ കാണുമ്പോഴത്തേക്കും അങ്ങനെ അവരുടെ ഫാമിലി നടക്കുന്ന സംഭവം അങ്ങനെയൊന്നും പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ഞാനതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കാണിച്ചു തരും. പക്ഷേ എനിക്കങ്ങനെ കാണിക്കാനായിട്ടൊന്നുമില്ല. ആകെ എൻ്റെ വീടും പിന്നെ എൻ്റെ പേരൻസും അവരൊക്കെ മാത്രമേ ഉള്ളൂ. എപ്പോഴും അത് തന്നെ കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കും അത് ഭയങ്കര ബോറടി ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെയും അതുകൊണ്ടൊക്കെയാണ് ഞാൻ പിന്നെ ഒന്ന് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഞാനിങ്ങനെ കല്യാണങ്ങൾക്ക് പോകുന്നതൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാറുണ്ട്. എനിക്ക് അങ്ങനെയൊക്കെ വീഡിയോസൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ കൂട്ടത്തിലുള്ളവരൊന്നും അത്ര ഇതല്ലാത്തത് കൊണ്ട്, ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നങ്ങ് നിൽക്കുകയാണ്. അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല. ക്രിസ്മസിൻ്റെ വ്ളോഗ് എടുക്കാത്ത നേരത്തെ പറഞ്ഞാലും തോന്നും. അത് പറഞ്ഞില്ലേ, ഞാൻ ഓർക്കുന്നില്ല. ദൈവമേ, ഷോർട്ട് ടൈം മെമ്മറി ഉണ്ടോ എന്നൊരു സംശയം. നേരത്തെ പറഞ്ഞൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നേ ഇല്ല. ക്രിസ്മസിൻ്റെ വ്ളോഗ് ഞാൻ എടുക്കാഞ്ഞതെന്ന് വെച്ചാൽ ഒന്നുകൂടെ ഞാൻ പറയാം. ക്രിസ്മസിൻ്റെ വ്ളോഗ് ഞാൻ എടുക്കാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അന്ന് എനിക്ക് വയ്യാതിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് അങ്ങ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ എന്താണെങ്കിലും വേറെ എന്തോ ഒരു കാര്യം ഒരു ക്രിസ്മസ് ട്രീത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇരിക്കുമായിരുന്നു. ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് എണ്ണീറ്റപ്പോഴത്തേക്കും നടുവ് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് വേദന എടുക്കും. അപ്പോഴത്തേക്കും എൻ്റെ ഉള്ള മൂഡ് അങ്ങ് പോയി. നമ്മളിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ നടുവേദനയൊക്കെ വരുന്നത്. മീൻസ് നമ്മൾ ഈ ജ്വല്ലറീസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ എക്സസൈസോ വ്യായാമങ്ങളോ ഒക്കെ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ അത് നടുവേദന മസ്റ്റായിട്ടും വരും. എനിക്കങ്ങനെ വല്ലപ്പോഴും ഒക്കെയാണ് വരുന്നത്. ഇനി അത് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോൾ വരുമെന്നുള്ളത് അറിയത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ അപ്പോഴത്തേക്കും എൻ്റെ ഉള്ള മൂഡൂടെ പോയതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോസ് തന്നെ എടുത്തില്ല. പിന്നെ സെയിൽ വീഡിയോ മാത്രമായിട്ട് ഞാനിങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. മീൻസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് വീഡിയോസൊക്കെ ചെയ്യണമെന്നുള്ളത്. പക്ഷേ അതിന് പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. അതാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ആകെപ്പാടെ എന്താ പറയുക, ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ കണ്ടായിരുന്നു. മീൻസ് 2019 കഴിഞ്ഞിട്ട് വലിയൊരു ലൂപ്പിലാണ് എല്ലാവരും കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലൂപ്പിലാണ് ഞാനും ഇപ്പം. ആ ലൂപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് എങ്ങനെ ഞാൻ പുറത്ത് കടക്കുമെന്നുള്ളത് എനിക്കും നിശ്ചയമില്ല. പിന്നെ ഈ ഒരു സ്കില്ല് ഞാൻ ഡെവലപ്പ് ചെയ്തു. ജ്വല്ലറിയുടെ ആ ഒരു സ്കില്ല് ഞാൻ ഡെവലപ്പ് ചെയ്തു. ഓരോന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് പഠിച്ചു. അതിലെനിക്ക് ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യമാണ്. കാരണം നമുക്ക് ലൈഫ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഡ്യൂറേഷൻ മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ നമുക്ക് റിഗ്രറ്റ് തോന്നാത്ത രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു വലിയൊരു ലെയർ മാലയുണ്ട് കേട്ടോ. ഒരു 5 ലെയറിൻ്റെ ഒരു ഈ സീസഡ് ബീഡ്സ് വെച്ച്, സീസഡ് അല്ല, ഏത് ബീഡ്സ് വെച്ചിട്ട് വേണം നമുക്കത് ചെയ്യാം. സീസഡ് ആയിരിക്കും കുറച്ചും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു മാല ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരുക്കത്തിലാണ് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ. പിന്നെ ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പാഷൻ എന്നുള്ള രീതിയിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അല്ലാതെ ബിസിനസ് ആക്കണം ഓരോരുത്തർക്ക് ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാനിത് കൊടുത്തു തുടങ്ങിയത്. ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഗ്രോത്ത് ആയിട്ടൊന്നും എനിക്കിങ്ങനെ ഫീൽ ചെയ്തില്ല. ആ 13.8K ഫോളോവേഴ്സിൽ തന്നെ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാം പേജ് കിടക്കുന്നുണ്ട്. പിന്നെ കുറേ പേരൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു. അവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തു. ചിലരൊക്കെ റിപ്പീറ്റ് ആയിട്ട് വീണ്ടും വാങ്ങിച്ചുകൊണ്ട് പോയി. ചിലർ നല്ലതാണെന്ന് പറഞ്ഞു, ചിലർ മോശമാണെന്ന് പറഞ്ഞു. അപ്പം എല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ മനുഷ്യരും, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് ആണോ എന്നൊന്നുമില്ല. ദൈവം സൃഷ്ടിച്ച എല്ലാ കാര്യങ്ങളിലും
ഇപ്പം എനിക്കും ഒരുപാട് ഇംപെർഫെക്ഷൻസ് കാണുമായിരിക്കും. അപ്പോൾ എനിക്ക് ഇംപെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പെർഫെക്റ്റ് ആകുന്നതിനെക്കാട്ടിലും ഇംപെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അടുത്ത വർഷം എന്തെങ്കിലുമൊക്കെ ഗ്രോത്ത് കാണുമായിരിക്കും. മീൻസ് ഇപ്പോൾ എൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾക്കും ഒന്നും ഒരു എക്സൈറ്റ്മെൻറ്റോ ഒന്നുമില്ല. മീൻസ് ചിലർക്കാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഭയങ്കര ഒരു സന്തോഷം അങ്ങനത്തെയൊക്കെ ഫീലല്ലേ. ഇപ്പം പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ സന്തോഷം ജസ്റ്റ് ഒരു സ്മൈൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ വലിയ സന്തോഷങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരുവാണെങ്കിൽ അങ്ങനെ വലിയ സന്തോഷങ്ങളോ ആ ഒരു സന്തോഷം അനുഭവിക്കേണ്ടിയിരുന്ന സമയത്ത് നമ്മളത് അനുഭവിച്ചില്ല. അപ്പം അതുകൊണ്ടൊക്കെ അങ്ങനെ വലിയ എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇതേ രീതിയിൽ മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിലാണ്, ഇതിനെക്കാട്ടി കുറച്ചുകൂടെ മച്ചുവേർഡായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ വിഷമങ്ങളൊക്കെ വരുവാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് വിഷമം തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എഴുതി 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 ഇങ്ങനെ കളയും. അതൊരു നല്ല കാര്യമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ എഴുതി കളയുക എന്നുള്ളത് അതെന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എഴുതി കളയണമെന്നുള്ളത്. വിഷമങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിലും അത് മാക്സിമം നമ്മൾ എഴുതി ഒരു പേപ്പറിനകത്ത് എഴുതി ചവിട്ടുകുട്ടിയിലൊക്കെ ഇടുക. അപ്പോൾ അതങ്ങ് പൊയ്ക്കോളും. അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ റെസൊല്യൂഷനായിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും തന്നെ എടുത്തില്ല. പിന്നെ മെയിനായിട്ടും പഠിച്ച കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. കാരണം നമ്മളുണ്ടെങ്കിലേ നമ്മളെക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒരിക്കലും നമ്മൾ വേറൊരാളുടെ മുന്നിലും കളയരുത്. പിന്നെ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഏത് ഷിപ്പാണെങ്കിലും നമ്മളൊരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോയൊന്നും തലയിടാതിരിക്കുക. നമ്മുടെ കാര്യം മാത്രം നോക്കി നമ്മൾ പോവുക. അത് സെൽഫിഷ് മെൻറ്റാലിറ്റി അല്ല, അതൊരു സെൽഫ് ലവിൻ്റെ ഒരു ബേസിലാണ് പറയുന്നത്. ഇനി അതിന് വേറെ വല്ല വാക്കുണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു കുഞ്ഞ് അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് നോക്കും. കാരണം ഞാൻ ഈ ഒരു വീട്ടിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. പിന്നെ വേറെ എവിടെയും പോയി നിൽക്കാനുള്ളൊരു സാഹചര്യമൊന്നും എനിക്കില്ലായിരുന്നു. അതിപ്പോൾ അമ്മ വീട്ടിലാണെങ്കിലും അല്ലാതാണെങ്കിലും ഒക്കെ പണ്ടൊക്കെ പോയേ നിന്നിട്ടുള്ളൂ. പിന്നെ നമുക്കൊന്നും നിൽക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല. പിന്നെന്താ, നമ്മുടെ കാര്യം നോക്കി നമ്മൾ മുന്നോട്ട് പോവുക. വേറെ ആരെയും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക ഏതൊരു കാര്യത്തിനാണെങ്കിലും. അതൊക്കെയാണ് ഞാൻ ഈ ഒരു വർഷം കൊണ്ട് പഠിച്ചെടുത്തത്. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ചെറുതാണെന്ന് കാണിക്കുന്നവരെയൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മളെ മനസ്സിലാക്കാൻ നമ്മളുണ്ടല്ലോ, അത് മതിയല്ലോ. അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇനി നാളെ തൊട്ട് ഞാൻ എന്തിടുമെന്ന് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കും. എല്ലാ ദിവസവും ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയൊരു ടാസ്ക്കാണ് ഈ കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ. ഓരോരുത്തർക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഐഡിയാസ് ഉണ്ട്. എനിക്കാണെങ്കിൽ ഐഡിയാസ് ഉണ്ട്, പക്ഷേ ഇത് ചെയ്യാനായിട്ട് ആരുമില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. അപ്പം ഈ കണ്ടൻറ് ക്രിയേഷനിലൊക്കെ ഇറങ്ങുന്നവരൊക്കെ ആണെങ്കിൽ ഈ ജ്വല്ലറി മേക്കിങ്ങിലോട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ ഫുൾ ടൈമായിട്ട് ഇതിനകത്ത് ഇരിക്കേണ്ട. വേറെ ഏതെങ്കിലും ജോബോടൊക്കെ ഉണ്ടെങ്കിലും അതും ഇതുകൂടെ രണ്ടുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ രണ്ടുകൂടെ മിക്സ് ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്നവർ മാത്രമല്ലേ ഇറങ്ങിയാൽ അത് കഴിഞ്ഞിട്ടും ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ആദ്യമേ സ്റ്റേബിൾ ആയിരിക്കാം. എന്നിട്ട് മറ്റുള്ളതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലായില്ല. മീൻസ് ജോബും ഇതുകൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ഫിനാൻഷ്യലായിട്ടുള്ള സ്റ്റെബിലിറ്റി നമുക്ക് വേണം. അതുപോലെ തന്നെ നമ്മുടെ കഴിവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നെക്സ്റ്റ് ഞാൻ നാളെ തൊട്ട് എന്ത് വീഡിയോ ഇടുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കല്ലാതെ വേറെ വീഡിയോ ഇടാനായിട്ടൊന്നുമില്ല. അപ്പം 2025 ഇവിടെ ഇപ്പം തീരുകയാണ്. അപ്പോൾ 2006 കടക്കുകയാണ്. എനിക്ക് ഇനിയുള്ള ലൈഫിലെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ള രീതിയാണ്. വലിയ കാര്യങ്ങളെക്കാട്ടിലും കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. വീണ്ടും സീറോയിൽ നിന്ന് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്താകുമോ എന്തോ എനിക്കറിയത്തില്ല. എന്തായാലും ഈ ഒരു ലൂപ്പ് അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് കടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കിടക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നവരാണെങ്കിൽ ഞാൻ ആദ്യമേ പറയുകയാണ്, ഈ ചാനൽ പ്രത്യേകിച്ച് ഇതിന് കാണാനായിട്ടൊന്നുമില്ല. മീൻസ് മറ്റുള്ള ചാനൽ പോലെ അല്ല. മീൻസ് എൻ്റെ ചാനൽ ഇപ്പോൾ ഓൾറെഡി എനിക്ക് എന്ത് വീഡിയോ ഇടണമെന്നുള്ളത് പോലും എനിക്കൊരു നിശ്ചയവും ഇല്ല. എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടങ്ങ് പോകാമെന്ന് വിചാരിക്കുകയാണ്. ക്രാഫ്റ്റൊക്കെ ഇടണമെന്ന് പറഞ്ഞാലും എനിക്കങ്ങനെ പെർഫെക്റ്റായിട്ടൊന്നും ചെയ്യാനായിട്ടൊന്നും അറിയത്തില്ല. ആകെ എനിക്കറിയാവുന്ന ഈ ഒരു ജ്വല്ലറി മേക്കിംഗ് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ എനിക്ക് തോന്നുന്നു മെറ്റീരിയൽസൊക്കെ ഇനി വന്നാലേ എനിക്കിനി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എല്ലാം മാറ്റണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഞാൻ വെറുതെ ഒരു വീഡിയോ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. പഠിക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുക, ജോലി വാങ്ങിക്കുക. നിങ്ങൾ വേറെ ആരും പറയുന്നതൊന്നും കേൾക്കുക. നിങ്ങളിപ്പോൾ ഇൻ കേസ് നിങ്ങൾ തോറ്റുപോയെന്ന് പറഞ്ഞാലും വേറെ ആരും പറയുന്നത് നിങ്ങൾ കേൾക്കാതെ നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും കഴിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് കൊണ്ടുവരിക. ഇൻട്രോവേർട്ട് ആണെങ്കിലും എക്സ്ട്രോവേർട്ട് ആണെങ്കിലും എന്ത് വേർട്ട് ആണെങ്കിലും
നിങ്ങൾ നല്ല രീതിയിൽ കഴിവുകളൊക്കെ വളർത്തിയെടുത്തുകൊണ്ട് വരിക. ചിലപ്പോൾ ചിലരൊക്കെ നിങ്ങളെ അടിച്ച് താഴ്ത്താനൊക്കെ ചിലപ്പോൾ നോക്കും, കൂട്ടത്തിലുള്ളവരൊക്കെ തന്നെ. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മളെ അറിയാമെന്നുള്ള രീതിയിൽ അങ്ങ് പോയാൽ മതി. കാരണം നമുക്ക് നമ്മളെ മാത്രം ബോധിപ്പിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അങ്ങ് പോയാൽ മതി. വേറെ ആരെയും നമ്മളെയും ഇപ്പം ഞാനിപ്പോൾ എന്നെയും ദൈവത്തെയും മാത്രം, അതുപോലെ നമ്മളെയും ദൈവത്തെയും മാത്രം ബോധിപ്പിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അങ്ങ് പോയാൽ മതി. ഇത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.